അങ്ങനെ ആദർശാണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരിക്കും. ഈ സമയത്തായിരിക്കും നയനയുടെ കോള് വരുന്നത്. എന്നിട്ട് എന്താ പറ്റി ആദർശേട്ടാന്ന് ചോദിക്കുന്ന സമയത്തിന് എല്ലാം ഞാൻ അവിടെ വന്ന് പറയാമെന്നായിരിക്കട്ടോ ആദർശ് പറയുന്ന മറുപടി. നയനക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിരിക്കും. എങ്ങനെയെങ്കിലും ആദർശേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വന്നാൽ മതി എന്നായിരുന്നു നയന ചിന്തിക്കുന്നത്. ആകെപ്പാട് വിഷമത്തിലായിരിക്കും അനന്തപുരി വീട്. ആദർശ് വന്നാൽ മാത്രമേ ഇനി അവിടെ ശരിക്കും എന്താ നടന്നത് എന്ന സംഭവം എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. ആ ഒരു നീറ്റിലായിരുന്നു നയന. പക്ഷേ ഈ സമയത്ത് അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം അനന്തപുരിക്കാർക്ക് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. അത്രയും വലിയൊരു പണിയാണ് ജ്വല്ലറിക്കാർ അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ധർമ്മസങ്കടത്തിലാണെന്ന് അവന് മനസ്സിലായി. അന്നേരം അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. നവ്യയോട് അഭി അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പോ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഉറപ്പായിട്ടും ഈ ഡീല് അവർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന്. നവ്യ വിട്ടുകൊടുത്തില്ല. ഇപ്പൊ എനിക്ക് ശരിക്കും സന്തോഷമായി അഭി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരുന്നത് എന്ന് പറയാണ് നവ്യ. അല്ലെങ്കിലും ആദർശ് എന്ന് പറയുന്നവന് സ്വഭാവം അത്ര ശരിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും കിട്ടാതിരുന്നത്. അവന്റെ സ്ഥാനത്ത് വേറെ ആരെ വിട്ടാലും ഉറപ്പായിട്ടും ആ ഒരു ഡീല് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ചതിച്ചവനല്ലേ അവൻ. പിന്നെ എങ്ങനെയാ അവൻ ഈ ഡീല് കിട്ടുന്നത്? എന്താണെങ്കിലും അവൻ ഇന്ന് തന്നെ വരുമല്ലോ. ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ എന്തായാലും ഒരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയാണ് നവ്യ. അത് കേട്ടപ്പോൾ അഭിയും ശരിവെച്ചു. എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശൻ ഇന്ന് എന്തായാലും വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ വിട്ടുകഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി ചോദിക്കില്ലേ? ഇപ്പൊ മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കീലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മുത്തശ്ശൻ സമ്മതിക്കില്ല എന്ന് അവൻ പറഞ്ഞു. അതിനെതിരെ ആക്ഷൻ എടുത്തില്ല എങ്കിൽ ചോദ്യം ചെയ്യണമെന്നും അഭി പറയാണ്. ഒരാൾക്ക് മാത്രം അങ്ങനെ ഫേവർ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്ന് അവർ വീണ്ടും ഓർമ്മിപ്പിച്ചു. അത് ശരിയാ, പക്ഷേ ആദർശേട്ടനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് അഭി. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ആദർശ് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ദേവയാനിയും നയനയും വഴിയിൽ തന്നെ ആദർശിന്റെ വരവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശ് വന്നതോടുകൂടി തന്നെ നയന ഓടിച്ചെന്ന് ആദർശിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ആദർശിന്റെ കണ്ണൊക്കെ ആകെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ദേവയാനിയെ കണ്ടതോടുകൂടി തന്നെ അവനങ്ങ് വല്ലാതായി. എന്താടാ മോനെ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കൂടി തന്നെ ദേവയാനി അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ വിങ്ങിപ്പൊട്ടു. അപ്പോഴേക്കും നയന ഇടപെട്ടു. ആദർശേട്ടൻ നല്ലോണം അങ്ങ് മടുത്തു വന്നതാണ്. ഇനി ഏതായാലും ആദർശേട്ടൻ കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. മുറിയിൽ പോയി ക്ഷീണമൊക്കെ മാറിയതിനു ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് പറയും. ആ അത് ശരിയാ മോനെ, നീ പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വന്ന ഉടനെ തന്നെ കൂടുതൽ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടോ ദേവയാനി നയനക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചോദിക്കാതെ അവർ നേരെ ആദർശിനെ വിട്ടു. ആദർശ് നയനെ നേരെ മുറിയിലേക്ക് ചെന്നു. അവൻ ആകെ തകർന്നിരിക്കുകയാണ്. മുറിയിൽ ചെന്നിട്ടും ഡ്രസ്സ് പോലും മാറാതെ ആ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുമായിരിക്കും ആദർശ്. നയനെ പതുക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇതിന് മാത്രം എന്താ അവിടെ സംഭവിച്ചത്? ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലല്ലോ. വീട്ടിലെല്ലാവരും അത്രമാത്രം പ്രതീക്ഷയിലായിരുന്നു. മുത്തശ്ശനാണെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? എനിക്കറിയില്ല നയനെ, അവിടെ എന്താ സംഭവിച്ചത് എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. നീ പറഞ്ഞിരുന്നില്ലേ ആരോ നമ്മളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്ന്. ഇപ്പോഴാണ് എനിക്കത് ബോധ്യമായത് എന്ന് പറയാണ് ആദർശ്. എന്താ ആദർശേട്ടാ അവിടെ എന്താ നടന്നത് എന്ന് നയന വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് അവൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ PRO ആണെന്നും പറഞ്ഞ് ഒരു ഗ്രീന എന്ന പേരുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് അവൾ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നു തന്നു. അത് കുടിച്ചതോടുകൂടി തന്നെ ഞാൻ ആകങ്ങ് മയങ്ങിപ്പോയി. റിസപ്ഷനിലെ പയ്യൻ എന്നെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും തന്നെ അറിഞ്ഞില്ല. നീ കുറേ വട്ടം വിളിച്ചതല്ലേ, ഞാനൊന്നും കേട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പെൺകുട്ടി എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. അവൾ ശരിക്കും PRO ഒന്നും ആയിരുന്നില്ല. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു PRO ഇല്ലെന്നാണ് പിന്നീട് എന്നോട് പറഞ്ഞത്. അവൾ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വന്നതായിരുന്നു. ഞാൻ ആ കോൺഫറൻസിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറയാട്ടോ ആദർശ്. ഇത് കേട്ടപ്പോൾ നയന ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, മുത്തശ്ശനെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. മുത്തശ്ശൻ ഇതുവരെ ആരോടും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ആദർശേട്ടൻ വന്ന എന്തെങ്കിലും പറയുമോ എന്നും അറിയില്ല. അങ്ങനെ ആകെ തകർന്നു പോയിരിക്കുകയാണ് മുത്തശ്ശൻ. എങ്ങനെ തകരാതിരിക്കും? മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് ഇപ്പോൾ താഴേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2% 10% തകർച്ചയാണ് ഇപ്പോൾ ഈ ഒരൊറ്റ ഡീലോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശേട്ടാ എന്ന് ചോദിക്കാണ് നയന. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 വർഷത്തേക്ക് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ജ്വല്ലറിക്കുള്ള ആരുടെയോ കളിയാണെന്നാണ്. നമ്മളെ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്.
എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്ന് നയനയും പറയുന്നുണ്ട്. പക്ഷേ അവർക്കെന്തിനാ ഇത്രമാത്രം വലിയ വൈരാഗ്യം? ഇതൊരു ബിസിനസ് മാത്രമല്ലേ, എതിരാളികളുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? ശത്രുക്കൾ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശൻ പണ്ടേ പറഞ്ഞതാ. പക്ഷേ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ PRO വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു. ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു. അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്ന് തന്നെ ആദർശം സമ്മതിച്ചു. പിന്നീട് പിറ്റേന്ന് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ മാനേജറെ വിളിച്ചപ്പോഴാണ് കാര്യമെല്ലാം വ്യക്തമായത്. അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്തിരുന്നില്ല എന്നും അയാൾ പറഞ്ഞു. ആ ജ്യൂസിൽ എന്തോ ഉറക്കഗുളിക പൊടി കലർത്തിയിട്ടുണ്ടാവും. അതാണ് മണിക്കൂറുകളോളം തന്നെ ഞാൻ ഒന്നും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയത് എന്നൊക്കെ പറയട്ടെ ആദർശ്. സാരമില്ലാതെ ചേട്ടാ എന്ന് പറഞ്ഞ് നയന അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. മുത്തശ്ശന്റെ കാര്യം ഓർത്തുകൊണ്ടാണ് എനിക്ക് സങ്കടം. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. മുറിയിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നു. ആദർശിനെ കണ്ടതോടുകൂടി തന്നെ അദ്ദേഹം രൂക്ഷമായിട്ടൊന്ന് നോക്കി. മുത്തശ്ശ എന്ന് പറഞ്ഞ് അവൻ പതുക്കെ വിളിച്ചു. എന്താ എന്താ അവിടെ സംഭവിച്ചത്? എനിക്കത് മാത്രമാണ് അറിയേണ്ടത്. നിന്റെ നാവ് കൊണ്ട് തന്നെ എനിക്കത് കേൾക്കണമെന്ന് മുത്തശ്ശൻ കടുപ്പിച്ചു പറയാണ്. ആദർശ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം തടഞ്ഞു. നിനക്ക് എന്താ അവിടെ പറ്റിയത്? ജയിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിനക്ക് ഒരുക്കി തന്നതല്ലേ? എന്നിട്ടും നിനക്ക് ജയിക്കാൻ പറ്റിയില്ല. ഈ ഡീൽ ഉറപ്പിക്കാൻ പോലും നിനക്ക് പറ്റിയില്ലല്ലോ. എനിക്കതിന്റെ കാരണമാണ് അറിയേണ്ടത്. മുത്തശ്ശ, എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല. ഞാൻ ഉറങ്ങിപ്പോയി. എന്ത്? ഉറങ്ങിപ്പോയിന്നോ? ഇത്ര വലിയ കാര്യം ഏൽപ്പിച്ചിട്ട് നീ എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നിനക്ക് നാണമില്ലടാ എന്ന് ചോദിച്ചു കൊടുത്തിട്ട് മുത്തശ്ശൻ ആദർശിന്റെ കർണത്തിലൊറ്റൊന്നങ്ങ് പൊട്ടിക്കാണ്. ആ സമയത്തിന് നയന അങ്ങോട്ടേക്ക് വരും. അത് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഉറങ്ങിപ്പോയെന്നും പറഞ്ഞ് നിൽക്കുന്നു. ഈ മൂർത്തി ജ്വല്ലറിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും കൂടി കെട്ടിപ്പൊക്കിയതാണ് ഈ സ്ഥാപനം. ഇതുവരെ ഇതിനൊരു തകർച്ചയുണ്ടായിട്ടില്ല. നീയായിട്ട് അതിനൊരു കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇത്ര ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണോ നീ? ഇവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങിപ്പോയിക്കോ. ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങ് ദേഷ്യപ്പെടും. ആ ഡീലിന്റെ ഗൗരവം ഞാൻ അത്രമാത്രം പറഞ്ഞു തന്നതാണ്. എന്നിട്ട് പോലും ഉറങ്ങിപ്പോയി പോലും. നിന്റെ ആത്മാർത്ഥത ഇത്രയുള്ളൂ എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ തുടരാൻ നീ അർഹമല്ല. മുത്തശ്ശി തടയാൻ നോക്കിയെങ്കിലും മുത്തശ്ശൻ അതൊന്നും കേട്ടില്ല. ആദർശാണെങ്കിൽ ആകെ തകർന്നതുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. നയനക്കും വല്ലാത്ത വിഷമമായിരുന്നു. മുറിയിലേക്ക് പോയ ആദർശിന്റെ പിന്നാലെ അവളും ചെന്നു. മുത്തശ്ശി അപ്പോഴും വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആദർശ് മോനോട് ഇങ്ങനെ ചെയ്തത് എന്ന്. എന്തെങ്കിലും കാരണമുണ്ടാകില്ലേ? ദേവയാനി, നീ അവനെ സപ്പോർട്ട് ചെയ്യരുത്. ഈ ഡീൽ നമുക്ക് എത്രമാത്രം വലുതാണെന്ന് നിനക്കറിയാലോ. ഗൾഫിലെ തകർച്ചയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതിയായിരുന്നു. ജ്വല്ലറിക്കാർ അത് നിസാരമായി കൊണ്ടുപോയില്ലേ? അവൻ അവിടെ ഒന്ന് ചെന്നാൽ മാത്രം മതിയായിരുന്നു. എന്നിട്ടും അവൻ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവനത് എങ്ങനെ തോന്നി? വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച പാരമ്പര്യമാണിത്. അത് തകർന്നു കാണുമ്പോൾ എൻ്റെ മനസ്സെത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാമോ? മുത്തശ്ശിയുമാകെ സങ്കടത്തിലായിരിക്കും. ദൈവമേ, ഇതൊക്കെ എന്താണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. മുറിയിൽ പോയ ആദർശിനെ നയന സമാധാനിപ്പിക്കുന്നുണ്ട്. സങ്കടപ്പെടേണ്ട ആദർശേട്ട, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെങ്കിലും അവരെയൊക്കെ നമുക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്ക്. ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയില്ല നയനെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നുമല്ലാതായി പോയി. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാണ്. എനിക്കറിയാം ആദർശേട്ട, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരോ മനഃപൂർവ്വം പാര വെച്ചതാണ്. സാരമില്ല, അവൾ ആശ്വസിപ്പിച്ചു. പിന്നാലെ തന്നെ ജയനും അജയനും അങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആദർശ് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് എന്ന്. പക്ഷേ അച്ഛൻ അതൊന്നും സഹിക്കില്ല. എന്ത് കാരണം പറഞ്ഞാലും അച്ഛൻ ഇതൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. അച്ഛനെടുക്കുന്ന തീരുമാനം ഇനി എന്ത് തന്നെയായാലും നീ അത് അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കുമെന്ന് പറയണ ആദർശ്. എൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടുണ്ട്. അതെനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ആദർശ് പറഞ്ഞു. അജയ, ഇതിന്റെ പിന്നിൽ ആരോ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ശത്രുവിനെ കണ്ടെത്താതെ ഇനി മൂർത്തി ജ്വല്ലറിക്ക് രക്ഷയില്ല എന്ന് ജയൻ പറഞ്ഞു. അത് കണ്ടെത്തുക അത്ര എളുപ്പമല്ലല്ലോ എന്ന് അജയനും കൂട്ടിച്ചേർക്കാണ്. ഇതേ സമയം അവന്തികയും നാഗേന്ദ്രനും ജ്വല്ലറിയുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു. ചതിയിലൂടെ ആണെങ്കിലും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ അവർ അത് വലിയൊരു ആഘോഷമാക്കി തീർത്തു. എന്നാൽ മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയിൽ പോലും അവന്തികയുടെ ഈ ഒരു മാറ്റങ്ങളെല്ലാം തന്നെ നയന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നയന അവന്തികയെ പിന്തുടരുന്നുണ്ട് എന്ന് മാത്രമല്ല, പിന്നീട് നയന തന്നെയായിരിക്കും കേട്ടോ ചതിച്ചത് അവന്തികയാണ് എന്ന സത്യമെല്ലാം തന്നെ തിരിച്ചറിയുന്നത്. ആദർശ് നയനയും ചേർന്നുകൂടെ തന്നെ മുത്തശ്ശന്റെ മുന്നിൽ സകല സത്യവും വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അവന്തികയുടെ മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.